വയനാട്ടിലെ അതിജീവനത്തിന്റെ ഭൂമിയിൽ കണ്ടത് സിനിമ സ്റ്റൈൽ ക്ലൈമാക്സ്. അതിഥിയായി എത്തിയ മെഗാസ്റ്റാർ മമ്മൂട്ടിയും ആതിഥേയെ ചമയാൻ നോക്കിയ സഖാക്കളും തമ്മിലുള്ള ഒരു അപ്രതീക്ഷിത മുഖാമുഖം. സർക്കാരിന്റെ ടൗൺഷിപ്പ് സന്ദർശനത്തിനിടെ മമ്മൂട്ടി നടത്തിയ ആ ഒരൊറ്റ ചോദ്യത്തിൽ വിയർത്തത് കൂടെ ഉണ്ടായിരുന്ന CPM ജില്ലാ സെക്രട്ടറിയാണ്. പടിഞ്ഞാറത്തറയിലെ സിനിമാ സെറ്റിൽ നിന്നും സ്വന്തം താല്പര്യപ്രകാരമാണ് മമ്മൂട്ടി കൽപ്പറ്റയിലെത്തിയത്. എന്നാൽ മെഗാസ്റ്റാർ കാൽകുത്തിയ നിമിഷം മുതൽ അദ്ദേഹത്തിന്റെ നിഴലായി മാറി സഖാക്കൾ. സന്ദർശനം സർക്കാരിന്റെയും പാർട്ടിയുടെയും ഒരു വമ്പൻ PR ഇവന്റാക്കി മാറ്റാനായിരുന്നു പ്രാദേശിക നേതാക്കളുടെ ശ്രമം. മമ്മൂട്ടി എങ്ങോട്ട് തിരിഞ്ഞാലും ഫ്രെയിമിൽ ഹാജരുണ്ട് ജില്ലാ സെക്രട്ടറി റഫീഖ്. ഒടുവിൽ ക്ഷമ നശിച്ച മമ്മൂട്ടി ക്യാമറകൾക്ക് മുന്നിൽ വെച്ച് തന്നെ ആ ഡയലോഗ് അടിച്ചു. നിങ്ങൾ എന്തിനാണ് എപ്പോഴും എന്റെ കൂടെ തന്നെ നിൽക്കുന്നത്? ഞാൻ നിങ്ങൾക്ക് വേണ്ടി വന്നതാണെന്ന് ആളുകൾ വിചാരിക്കില്ലേ? മാറി നിൽക്കൂ. അക്ഷരാർത്ഥത്തിൽ സഖാക്കൾ ഞെട്ടിപ്പോയ നിമിഷം. സ്വന്തം ചെലവിൽ വന്ന ദുരിതബാധിതരെ കണ്ട മമ്മൂട്ടിയെ പാർട്ടിയുടെ ബ്രാൻഡ് അംബാസിഡർ ആക്കാനുള്ള നീക്കത്തിനാണ് അവിടെ തിരശ്ശീല വീണത്. രാഷ്ട്രീയ ചോദ്യങ്ങൾക്കും മമ്മൂട്ടി കൃത്യമായ മറുപടി നൽകി. ഇത് സർക്കാരിന്റെ പണമല്ല, ജനങ്ങൾ നൽകിയ സോഷ്യൽ ക്യാപിറ്റൽ ആണെന്ന് അദ്ദേഹം ഓർമ്മിപ്പിച്ചു. ജനങ്ങൾ സർക്കാരിനൊപ്പമാണോ എന്ന ചോദ്യത്തിന് അറിയില്ല എന്ന ഒറ്റ വാക്കിൽ മറുപടി ഒതുക്കി. പിന്നാലെ മുഖ്യമന്ത്രിയുടെ നന്ദി പ്രകടനം ഫേസ്ബുക്കിൽ എത്തിയെങ്കിലും മമ്മൂട്ടിയുടെ ആ മാസ് മറുപടി ഇതിനോടകം സോഷ്യൽ മീഡിയയിൽ തരംഗമായി കഴിഞ്ഞു. ചുളുവിൽ ഒരു പ്രചാരണം ലക്ഷ്യമിട്ട് ഇറങ്ങിയവർക്ക് മെഗാസ്റ്റാർ നൽകിയത് ഒരിക്കലും മറക്കാത്ത ഒരു തിരിച്ചടി. വയനാട്ടിലെ ടൗൺഷിപ്പിൽ ഇന്ന് ആവേശം വിതറിയത് വീടുകൾ മാത്രമല്ല, മമ്മൂട്ടിയുടെ ഈ ആർജവം കൂടിയാണ്. ന്യൂസ് ഡെസ്ക് ZEDCO ന്യൂസ്.